എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ ഏറ്റവും ആവേശകരവും ആകാംക്ഷഭരിതവുമായ നാലാമത്തെ മത്സരത്തിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും അപകടകാരികളായ രണ്ട് വമ്പൻ ടീമുകൾ പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും മുള്ളൻപൂരിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നേർക്കുനേർ വന്ന ആ മാന്ത്രിക സായാഹ്നത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് കാണികളുടെ ശ്വാസം നിലപ്പിച്ചു കളഞ്ഞ തികച്ചും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയ ഈ മത്സരം ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന ഒരു അന്ത്യത്തിലാണ് കലാശിച്ചത്. ടോസ് നേടിയ പഞ്ചാബ് കിങ്സിന്റെ പുതിയ നായകൻ ശ്രേയസ് അയ്യർ ആഭ്യന്തര പിച്ചിന്റെ ആനുകൂല്യം മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യം ബൗൾ ചെയ്യാൻ വളരെ ധീരവും തന്ത്രപരവുമായ തീരുമാനമെടുത്തു. അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യം ബാറ്റ് ചെയ്യാൻ കളത്തിലിറങ്ങി. ഗുജറാത്തിനായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സ്ഫോടനാത്മക ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലറും അടങ്ങുന്ന ഓപ്പണിംഗ് ജോഡി ക്രീസിലെത്തി. ആദ്യ ഓവർ എറിയാനെത്തിയ അർഷ്ദീപ് സിംഗിനെതിരെ തുടക്കത്തിൽ തന്നെ ഗിൽ തന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. ചുവന്ന മണ്ണുള്ള മുള്ളൻപൂരിലെ പിച്ച് അന്നതിന്റെ വേഗതയ്ക്കും അസാമാന്യ ബൗൺസിനും പേരുകേട്ടിരുന്നു. ഈ ആനുകൂല്യത്തെ ഗുജറാത്തിന്റെ ഓപ്പണർമാർ എത്രത്തോളം നിർദ്ദയമായാണ് മുതലെടുത്തതെന്നാൽ നിമിഷനേരം കൊണ്ട് പഞ്ചാബ് കിങ്സിന്റെ ക്യാമ്പിൽ വലിയൊരു പരിഭ്രാന്തി പടർന്നു. ആദ്യ ഓവറിൽ തന്നെ അർഷ്ദീപ് സിംഗ് തന്റെ താളം കണ്ടെത്താൻ പാടുപെട്ടപ്പോൾ ശുഭ്മാൻ ഗിൽ തന്റെ നയം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഓവറിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പന്തുകളിൽ തന്റെ സിഗ്നേച്ചർ കവർ ഡ്രൈവിലൂടെയും ഫ്ലിക്കിലൂടെയും കൈക്കുഴയുടെ മാന്ത്രികത വിളിച്ചോതുന്ന രണ്ട് അതിമനോഹര ബൗണ്ടറികൾ ഗിൽ നേടി. എന്നാൽ യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അല്പം ഷോർട്ടായി വന്ന അഞ്ചാമത്തെ പന്തിൽ ക്രീസ് ഉപയോഗിച്ച് ഗിൽ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി. ഈ അവിശ്വസനീയ ബാറ്റിംഗിന്റെ പിൻബലത്തിൽ ആദ്യ ഓവറിൽ തന്നെ 18 റൺസ് അടിച്ചുകൂട്ടി ഗുജറാത്ത് ഒരു പ്രളയ സമാനമായ തുടക്കം കുറിച്ചപ്പോൾ മുള്ളൻപൂരിലെ കാണികൾ ആവേശത്താൽ തുള്ളിച്ചാടി. വേഗതയും ബൗൺസുമുള്ള ആ പിച്ചിൽ ഗുജറാത്ത് ബാറ്റർമാർ റൺമഴ പെയ്യിച്ചപ്പോൾ പഞ്ചാബിന്റെ പ്രധാന ബൌളർമാരെല്ലാം തങ്ങളുടെ ആദ്യ സ്പെല്ലുകളിൽ തികച്ചും നിസ്സഹായരും ദിശാബോധമില്ലാത്തവരുമായി കാണപ്പെട്ടു. അന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബാറ്റ് വീശിയത്. പഞ്ചാബിന്റെ പേസ് ആക്രമണത്തെ പിച്ച് ചീന്തിക്കൊണ്ട് വെറും 22 പന്തുകളിൽ അദ്ദേഹം തന്റെ സ്ഫോടനാത്മകമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. മറുഭാഗത്ത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളായ ജോസ് ബട്ട്ലറും തന്റെ ക്ലാസ് തെളിയിച്ചു. മാർക്കോ ജാൻസന്റെ 145 കിലോമീറ്ററിന് മുകളിൽ വേഗതയുള്ള പന്തുകളെ കൃത്യമായി മുതലെടുത്ത ബട്ട്ലർ ആ വേഗതയെ തന്നെ ആയുധമാക്കി എക്സ്ട്രാ കവറിന് മുകളിലൂടെ രണ്ട് അത്യുജ്വല സിക്സറുകൾ പറത്തി. ഇത് കണ്ട ഡഗൌട്ടിലിരുന്ന റിക്കി പോണ്ടിംഗ് പോലും അമ്പരന്നുപോയി. ഗില്ലിന്റെയും ബട്ട്ലറുടെയും ഈ സംഹാരതാണ്ഡവം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായി മാറുകയും സ്കോർ ബോർഡിൽ പുതിയൊരു ലോക റെക്കോർഡ് പിറക്കുമെന്ന് തോന്നുകയും ചെയ്ത ആ നിമിഷം അപ്പോഴാണ് 7ാം ഓവറിൽ തന്റെ തന്ത്രപരമായ മികവ് പുറത്തെടുത്തുകൊണ്ട് പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ മത്സരത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനും മാന്ത്രികനുമായ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിനെ അദ്ദേഹം പന്തേൽപ്പിച്ചു. ആക്രമണത്തിനെത്തിയ ആദ്യ ഓവറിൽ തന്നെ ചഹൽ തന്റെ പ്രശസ്തമായ ആ മാന്ത്രിക വല വിളിച്ചു. വമ്പൻമാർ പോലും മുട്ടുകൊടുക്കുന്ന ഒരു ചതുരംഗ കളി. തന്റെ ബൌളിംഗിലൂടെ മത്സരത്തിന്റെ ഗതി തന്നെ ചഹൽ മാറ്റിമറിച്ചു. 38 റൺസെടുത്ത് അപകടകാരിയായി നിന്ന ജോസ് ബട്ട്ലറെ അവിശ്വസനീയമായ ഒരു ഫ്ലൈറ്റഡ് ഡെലിവറിയിലൂടെ അദ്ദേഹം പൂർണ്ണമായും കബളിപ്പിച്ചു. പന്തിന്റെ ഗതി മനസ്സിലാക്കി വലിയൊരു ഷോട്ടിന് മുതിർന്ന ബട്ട്ലർ ക്രീസിന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ വായുവിൽ വെച്ച് തന്നെ പന്തിന്റെ വേഗതയും ദിശയും ചഹൽ എത്രത്തോളം മനോഹരമായാണ് മാറ്റിയതെന്നാൽ ബാറ്റിൽ കൊള്ളാതെ പന്ത് നേരെ വിക്കറ്റ് കീപ്പർ പ്രപ് സിമ്രൻ സിംഗിന്റെ കൈകളിലൊതുങ്ങി. ഒരു നിമിഷം പോലും വൈകാതെ മിന്നൽ വേഗത്തിൽ പ്രപ് സിമ്രൻ സ്റ്റമ്പുകൾ ഇളക്കിയപ്പോൾ ബട്ട്ലർക്ക് പവലിയനിലേക്ക് മടങ്ങേണ്ടി വന്നു. ആ കൂറ്റൻ വിക്കറ്റിന്റെ പതനത്തിനു ശേഷം ഗുജറാത്തിന് ഒരു മികച്ച കൂട്ടുകെട്ട് ആവശ്യമായ സമയത്താണ് സാങ്കേതികമായി ഏറെ മികച്ചു നിൽക്കുന്ന ശാന്തനായ സായ് സുദർശൻ ക്രീസിലെത്തിയത്. എത്തിയ ഉടൻ തന്നെ നായകൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം ചേർന്ന് ഇന്നിംഗ്സിന്റെ താളം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ സുദർശൻ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. മധ്യ ഓവറുകളിൽ അസ്മത്തുള്ള ഒമർസായുടെ വേഗതയുള്ള പന്തുകളെ അദ്ദേഹം തന്റെ മാന്ത്രിക കൈക്കുഴകൾ ഉപയോഗിച്ചു നേരിട്ടു. ഫീൽഡർമാർക്കിടയിലുള്ള വിടവുകൾ അതിവിദഗ്ധമായി കണ്ടെത്തിയ സുദർശൻ തന്റെ ടൈമിംഗിന്റെ കരുത്തിൽ തുടർച്ചയായ 3 അതിമനോഹര ബൗണ്ടറികൾ നേടി സ്കോറിംഗ് നിരക്ക് കുത്തനെ ഉയർത്തി. മുള്ളൻപൂർ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം പൂർണ്ണമായും ചൂടുപിടിക്കുകയും ഗുജറാത്ത് ടൈറ്റൻസ് ഒരു വമ്പൻ സ്കോറിലേക്ക് അതിവേഗം കുതിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് 12ാം ഓവറിൽ വേഗതയുടെ രാജാവായ ലോക്കി ഫെർഗൂസൻ പന്തെറിയാനെത്തുന്നത്. കൃത്യമായ ലൈനും ലെങ്തും ഉപയോഗിച്ച് ഫെർഗൂസൻ മത്സരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ ശ്രമിച്ചു. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞുവന്ന അദ്ദേഹത്തിന്റെ മാരകമായ ഒരു ഇൻ സ്വിംഗിംഗ് യോർക്കറിൽ നിലയുറപ്പിച്ച് കളിച്ചുകൊണ്ടിരുന്ന നായകൻ ശുഭ്മാൻ ഗിൽ അതായത് 65 റൺസെടുത്തത് നിസ്സഹായനായി ക്ലീൻ ബോൾഡായി. ഗിൽ പുറത്തായതോടെ ഗുജറാത്തിന്റെ റണ്ണൊഴുക്ക് നിലയ്ക്കുമെന്നതഴുതി. എന്നാൽ പവർ ഹിറ്റർ ഗ്ലെൻ ഫിലിപ്സും പരിചയസമ്പന്നനായ രാഹുൽ തെവേട്ടിയെയും ക്രീസിലിരുന്നു. വന്ന ഉടനെ ഫിലിപ്സ് തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു.
ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ ഹർഷൽ പട്ടേലിന്റെ സ്ലോവർ ബോളുകളെ കൃത്യമായി മനസ്സിലാക്കിയ ഫിലിപ്സ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ കാണികളെ സ്തംഭിപ്പിച്ചുകൊണ്ട് തുടർച്ചയായ 2 പടുകൂറ്റൻ സിക്സറുകൾ പറത്തി. മറുഭാഗത്ത് രാഹുൽ തെവേട്ടിയ തന്റെ മിസ്റ്റർ ഫിനിഷർ പരിവേഷം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചു. അവസാന 2 നിർണായക ഓവറുകളിൽ അർഷ്ദീപ് സിംഗിന്റെ യോർക്കറുകളെയും വിജയ്കുമാർ വൈശാഖിന്റെ ബൗൺസറുകളെയും നിർദ്ദയം പ്രഹരിച്ചുകൊണ്ട് അദ്ദേഹം ബൗണ്ടറികളുടെ പെരുമഴ തീർത്തു. ഇതിന്റെ ഫലമായി നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് സ്കോർ ബോർഡിൽ 213 എന്ന അമ്പരിപ്പിക്കുന്ന ഹിമാലയൻ സ്കോർ പടുത്തുയർത്തി. ഗുജറാത്ത് ടൈറ്റൻസ് നൽകിയ 213 റൺസ് എന്ന ആ ഭീമാകാരമായ ലക്ഷ്യം കണ്ട് പഞ്ചാബ് കിങ്സ് ആരാധകരുടെ മനസ്സിൽ അജ്ഞാതമായ ഒരു ഭയവും നിരാശയും പടർന്നിരുന്നു. പഞ്ചാബിന്റെ ഡ്രസ്സിംഗ് റൂമിലെ കളിക്കാരുടെ മുഖത്തുപോലും ഉത്കണ്ഠയുടെയും സമ്മർദ്ദത്തിന്റെയും രേഖകൾ വ്യക്തമായി കാണാമായിരുന്നു. ഇത്രയും വലിയൊരു റൺ ചേസിൽ സംഭവിക്കുന്ന ചെറിയൊരു പിഴവ് പോലും തോൽവിക്ക് കാരണമാകുമായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, യഥാർത്ഥ ആവേശം നിറഞ്ഞ രോമാഞ്ചം പകരുന്ന ആ മഹാസംഗ്രാമം ആരംഭിക്കുന്നത് പഞ്ചാബ് കിങ്സിന്റെ ഓപ്പണിംഗ് ജോഡികളായ സ്ഫോടനാത്മക താരം പ്രഭ്സിമ്രൻ സിംഗും ഡൽഹിയുടെ യുവ സെൻസേഷൻ പ്രിയാൻഷ് ആര്യയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ ചരിത്രപരമായ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. അന്ന് പ്രഭ്സിമ്രൻ സിംഗ് ഒരു സാധാരണ ബാറ്റ്സ്മാനെ പോലെയല്ല, മറിച്ച് എല്ലാം തകർത്തെറിയുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് കാണപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അതിവേഗ ബൌളർമാരായ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും 145+ വേഗതയുള്ള തീപ്പൊരി പന്തുകളെ അദ്ദേഹം വെറുമൊരു കളിപ്പാട്ടം പോലെ കൈകാര്യം ചെയ്തു. ആദ്യ 3 ഓവറുകൾക്കുള്ളിൽ തന്നെ വെടിയുണ്ട കണക്കെ പാഞ്ഞ 4 ബൗണ്ടറികളും ആകാശത്തെ ചുംബിക്കുന്ന 2 കൂറ്റൻ സിക്സറുകളും പറത്തി അദ്ദേഹം തന്റെ മാന്ത്രിക കൈമിങ്ങും ഉരുക്കുപോലുള്ള മനക്കരുത്തും തെളിയിച്ചു. മുള്ളൻപൂർ സ്റ്റേഡിയം മുഴുവൻ പ്രഭു പ്രഭു എന്ന അലർച്ചകളാൽ മുഖരിതമായി. ആ ശബ്ദത്തിൽ സ്റ്റേഡിയത്തിന്റെ മതിലുകൾ വരെ വിറകൊണ്ടു. പന്ത് എവിടെ എറിയണം എന്ന് ഗുജറാത്തിന്റെ പരിചയസമ്പന്നരായ ബൌളർമാർക്ക് പോലും മനസ്സിലാകാത്ത വിധമായിരുന്നു അദ്ദേഹത്തിന്റെ കൃത്യവും മാരകമായ ടൈമിംഗ്. മറുഭാഗത്ത് വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾക്ക് മാത്രം പരിചയമുള്ള യുവതാരം പ്രിയാൻഷ് ആര്യയും തന്റെ ക്ലാസും സാങ്കേതിക മികവും ഭയമില്ലാത്ത ശൈലിയും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബൌളർമാരിൽ ഒരാളായ കഗീസോ റബാഡയുടെ 148 കിലോമീറ്റർ വേഗതയുള്ള ഒരു പന്തിൽ റബാഡയെ പോലും വെറുമൊരു കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ആര്യ അവിശ്വസനീയമായി മനോഹരമായ ഒരു സ്ട്രീറ്റ് ഡ്രൈവ് പായിച്ചു. ഈ യുവതാരങ്ങളുടെ സങ്കല്പാതീതമായ കൂട്ടുകെട്ട് പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകളിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 75 റൺ സ്കോർ ബോർഡിലെത്തിച്ച് പഞ്ചാബ് കിങ്സിന് ചരിത്രപരമായ ഒരു തുടക്കം സമ്മാനിച്ചു. തന്റെ വിശ്വസ്തരായ ബൌളർമാർ ഈ റൺമഴയ്ക്ക് മുന്നിൽ പൂർണ്ണമായും നിസ്സഹായരായത് കണ്ട് ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. മത്സരം ഗുജറാത്തിന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് മാന്ത്രിക സ്പിന്നർ റാഷിദ് ഖാൻ രക്ഷകനായെത്തിയത്. റാഷിദ് ഖാൻ തന്റെ വിരലുകളിലൂടെ ഒരുക്കിയ ഗുഗ്ലിയുടെ ആ മാന്ത്രിക വലയിൽ അതിവേഗം ഉള്ളിലേക്ക് വന്ന പന്തിന്റെ ഗതി മനസ്സിലാക്കാൻ കഴിയാതെ 32 റൺസ് എടുത്ത പ്രിയാൻഷ് ആര്യ LBW പവലിയണിലേക്ക് മടങ്ങി. ഈ ആദ്യ വിക്കറ്റ് ഗുജറാത്ത് ക്യാമ്പിൽ അല്പം ആശ്വാസം നൽകി. എന്നാൽ യഥാർത്ഥ പോരാട്ടം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാജകീയമായ ശൈലിയിൽ പഞ്ചാബിന്റെ പുതിയ നായകൻ ശ്രേയസ് അയ്യർ ക്രീസിലേക്ക് കടന്നുവന്നു. ക്രീസിലെത്തിയ നിമിഷം മുതൽ ഈ മഹാപോരാട്ടം വിജയിപ്പിക്കാതെ താൻ മടങ്ങില്ലെന്ന് അദ്ദേഹം തന്റെ ബാറ്റിംഗിലൂടെ വ്യക്തമാക്കി. പ്രിയാൻഷ് ആര്യ പുറത്തായതിനു ശേഷം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പ്രഭ്സിമ്രൻ സിംഗും ചേർന്ന് ഏതാനും ഓവറുകൾക്കുള്ളിൽ 85 റൺസിന്റെ ചരിത്രപരവും വിനാശകരവുമായ കൂട്ടുകെട്ട് പടുത്തുയർത്തി ഗുജറാത്ത് ക്യാമ്പിൽ മരണതുല്യമായ നിശബ്ദത പരത്തി. ഗുജറാത്തിന്റെ സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ പഞ്ഞിക്കിട്ട പ്രഭ്സിമ്രൻ സിംഗ് വെറും 36 പന്തുകളിൽ നിന്ന് 82 റൺസ് എന്ന കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. എന്നാൽ മത്സരം അദ്ദേഹം തന്നെ പൂർത്തിയാക്കുമെന്ന് കരുതിയ സമയത്ത് സായ് കിഷോറിന്റെ തന്ത്രപരമായ ഒരു ക്യാരം ബോളിൽ വഞ്ചിതനായി അദ്ദേഹം തന്റെ വിലയേറിയ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. പിന്നാലെ ഹൽക്ക് എന്നറിയപ്പെടുന്ന മാർക്കസ് സ്റ്റോയ്നസ് ക്രീസിലെത്തി. എന്നാൽ വാൻഖടയിലെ മണ്ണിൽ എന്ന പോലെ ഇവിടെയും അദ്ദേഹം പതറുന്നതാണ് കണ്ടത്. റാഷിദ് ഖാന്റെ മാന്ത്രിക സ്പിന്നിൽ കുരുങ്ങിയ സ്റ്റോയ്നസ് വെറും 12 റൺസ് എടുത്ത് അദ്ദേഹത്തിന്റെ രണ്ടാം ഇരയായി മടങ്ങി. മത്സരം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകവും കഠിനവുമായ ഘട്ടത്തിലെത്തി നിൽക്കുകയായിരുന്നു. അവസാന 4 ഓവറുകൾ ബാക്കി നിൽക്കുമ്പോൾ പഞ്ചാബിന് ജയിക്കാൻ 58 റൺസ് എന്ന അതികഠിനമായ ലക്ഷ്യമാണ് മുന്നിലുണ്ടായിരുന്നത്. ഈ അതിസമ്മർദ്ദ ഘട്ടത്തിലാണ് കഴിഞ്ഞ സീസണിൽ പഞ്ചാബിന്റെ ഏറ്റവും വലിയ മാച്ച് വിന്നറായിരുന്ന ശശാങ്ക് സിംഗ് ക്രീസിലെത്തുന്നത്. 18ാം ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ തീപ്പൊരിപ്പാറുന്ന കൃത്യതയാർന്ന യോർക്കറിൽ 45 റൺസ് എടുത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്ലീൻ ബോൾഡായതോടെ പഞ്ചാബ് ആരാധകരുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി. പഞ്ചാബിന്റെ വിജയപ്രതീക്ഷകൾ മുഴുവൻ ശശാങ്ക് സിംഗിന്റെ ഉരുക്കു ചുമടുകളിൽ മാത്രമായി മാറി. 19ാം ഓവറിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളറായ കഗീസോ റബാഡയെ ശശാങ്ക് തന്റെ ലക്ഷ്യമാക്കി മാറ്റി. തന്റെ കൈക്കരുത്തിന്റെ അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് റബാഡയുടെ തുടർച്ചയായ 3 പന്തുകളെ 100 മീറ്ററിലധികം ദൂരമുള്ള പടുകൂറ്റൻ സിക്സറുകളാക്കി മാറ്റി. ഇത് മൃതപ്രായനായ ആ മത്സരത്തിന് വീണ്ടും ജീവൻ നൽകുകയും കാണികളുടെ ശ്വാസം നിലയ്ക്കുന്ന അവസാന ഓവറിലെ ആവേശത്തിലേക്ക് മത്സരത്തെ വലിച്ചെറിയുകയും ചെയ്തു. സമവാക്യം ഇപ്പോൾ ലോകത്തിനു മുന്നിൽ കണ്ണാടി പോലെ വ്യക്തമായിരുന്നു.
പഞ്ചാബ് കിങ്സിന് ജയിക്കാൻ അവസാന 6 പന്തിൽ 22 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യം. ഏറെ നേരത്തെ കൂടിയാലോചനകൾക്ക് ശേഷം ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്റെ വിശ്വസ്തനും യോർക്കർ രാജാവുമായ മുഹമ്മദ് സിറാജിനെ പന്തേൽപ്പിച്ചു. സിറാജ് പന്തെറിയാൻ തയ്യാറായപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ശശാങ്ക് എന്ന മന്ത്രത്താൽ മുഖരിതമായി. ആദ്യ പന്തിൽ തന്നെ സിറാജിന്റെ വേഗതയേറിയ പന്തിനെ ലോങ് ഓഫിലൂടെ 102 മീറ്റർ ദൂരെയുള്ള ഗ്യാലറിയിലേക്ക് ശശാങ്ക് പറത്തിവിട്ടു. ഈ വമ്പൻ സിക്സർ ഗുജറാത്ത് ക്യാമ്പിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. സമ്മർദ്ദത്തിലായ സിറാജ് അടുത്ത പന്ത് പൂർണ്ണ ശ്രദ്ധയോടെ എറിയുകയും കൃത്യമായ ഒരു യോർക്കർ പായിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. വലിയ ഷോട്ട് കളിക്കാൻ കഴിയാതെ ശശാങ്കിന് 1 റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇപ്പോൾ ജയിക്കാൻ 4 പന്തിൽ 15 റൺസ്. ക്രീസിൽ നിൽക്കുന്നത് മുഷീർ ഖാൻ. 3-ാം പന്തിൽ മുഷീർ തേർഡ് മാനിലൂടെ ബുദ്ധിപൂർവ്വം ഒരു ബൗണ്ടറി സ്വന്തമാക്കി. 4-ാം പന്തിൽ ഓടി 2 റൺസ് കൂടി പൂർത്തിയാക്കി. ഇപ്പോൾ 2 പന്തിൽ 9 റൺസ് വേണം. ടെൻഷൻ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. 5-ാം പന്തിൽ സിറാജ് എറിഞ്ഞ ഫുൾ ടോസിനെ മുഷീർ ഖാൻ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഗ്യാലറിയിലെത്തിച്ചു. ആ നിമിഷം മുള്ളൻപൂർ സ്റ്റേഡിയം മുഴുവൻ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ആർപ്പ് വിളികൾ കാരണം ഒന്നും കേൾക്കാൻ കഴിയാത്ത അവസ്ഥ. അവസാന പന്തിൽ വിജയത്തിലേക്ക് വെറും 3 റൺസ്. സിറാജ് കൃത്യമായൊരു ബൗൺസർ എറിയാൻ ശ്രമിച്ചെങ്കിലും തന്റെ കൈക്കുഴകളുടെ മാന്ത്രികത പുറത്തെടുത്ത മുഷീർ ഖാൻ വിക്കറ്റ് കീപ്പർക്ക് മുകളിലൂടെ അവിശ്വസനീയമായ ഒരു അപ്പർ കട്ടിലൂടെ പന്തിനെ നേരെ ബൗണ്ടറിക്ക് വെളിയിലേക്ക് സിക്സറിനായി പറത്തിവിട്ടു. അതെ, ആ ഹൈ സ്കോറിംഗ് ത്രില്ലർ മത്സരത്തിൽ അവസാന പന്തിൽ സിക്സർ പായിച്ച് പഞ്ചാബ് കിങ്സ് ഐതിഹാസിക വിജയം സ്വന്തമാക്കി. മുള്ളൻപൂരിലെ ആ സുവർണ സായാഹ്നം മുഷീർ ഖാന്റെ നിർഭയത്വത്തിനും ശശാങ്ക് സിംഗിന്റെ വീരോചിതമായ പോരാട്ടത്തിനും എക്കാലവും ഓർമ്മിക്കപ്പെടും. 213 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം മറികടന്ന് IPL 2026-ൽ പഞ്ചാബ് കിങ്സ് തങ്ങളുടെ വിജയക്കൊടി പാറിപ്പിച്ചു. ആ വിജയ സിക്സർ അതിർത്തി വരെ കടന്ന നിമിഷം മുള്ളൻപൂരിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് സ്റ്റേഡിയം ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതുപോലെ ആവേശത്താൽ അലറുകയായിരുന്നു. അവിശ്വസനീയമായ ഈ വിജയം സ്വന്തമാക്കിയതിനു ശേഷം ക്രീസിന്റെ മധ്യത്തിൽ വെച്ച് ശശാങ്ക് സിംഗും മുഷീർ ഖാനും പരസ്പരം കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കുവച്ചപ്പോൾ പഞ്ചാബ് കിങ്സിന്റെ ഡഗൌട്ടിൽ നിന്ന് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും സഹതാരങ്ങളും ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറി അവരെ പൊതിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ മുള്ളൻപൂർ ഒരു ഉത്സവ പറമ്പായി മാറുകയായിരുന്നു. മറുഭാഗത്ത് കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് കരുതിയ വിജയം അവസാന നിമിഷം വഴുതിപ്പോയതിന്റെ കടുത്ത നിരാശയിൽ ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗില്ലും അവസാന ഓവർ എറിഞ്ഞ മുഹമ്മദ് സിറാജും ഗ്രൗണ്ടിൽ തരിച്ചിരുന്നുപോയി. ക്രിക്കറ്റ് എന്ന മാന്ത്രിക കളിയുടെ സകല അനിശ്ചിതത്വങ്ങളും നാടകീയതയും വിയർപ്പും ഒത്തുചേർന്ന ഈ മത്സരം പഞ്ചാബിന് വെറും ഒരു വിജയമായിരുന്നില്ല, മറിച്ച് IPL 2026-ൽ വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്കുള്ള അവരുടെ അതിശക്തമായ ഒരു മുന്നറിയിപ്പായിരുന്നു. 213 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം അതിജീവിച്ച് നേടിയ ഈ ഐതിഹാസിക റൺ ചേസ് IPL ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. തോൽവി സമ്മതിച്ചാത്ത പോരാട്ട വീര്യത്തിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടിയ അവസാന നിമിഷങ്ങളുടെയും അവിശ്വസനീയമായ തിരിച്ചുവരവുകളുടെയും പര്യായമായി മുള്ളൻപൂരിലെ ഈ സുവർണ സായാഹ്നം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ എക്കാലവും മായാതെ കിടക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.